ഹായ് മകളെ. പണ്ടുകാലത്ത് നമ്മുടെ കൃഷിക്കാരെ അതായത് കേരളത്തിലെ ഞാറ് പാകി മുളപ്പിക്കുന്നതിന് വേണ്ടി ഒരു രീതി ഉപയോഗിച്ചായിരുന്നു. അതായത് ഈ വാഴത്തണ്ട് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചതുരത്തില് തട കെട്ടും. എന്നിട്ട് ഈന്തിന്റെ ഓല അതിൽ വിരിച്ചിട്ട് നമുക്ക് മുളപ്പിക്കേണ്ടത്. ഇപ്പൊ എന്താ നമ്മൾ മുളപ്പിക്കാൻ പോകുന്നത്? നെൽവിത്താണ് അല്ലെ. ആ നെൽവിത്ത് അതിൽ നല്ലോണം വിരിക്കും. അതായത് നെൽവിത്ത് ആ ഒരു തടത്തിൽ നിറയ്ക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു കട്ടിയുള്ള ഒരു വസ്തു ഉപയോഗിച്ചിട്ട് നല്ലോണം ഈ ഒരു അവസ്ഥയിൽ നല്ലോണം ആ നെൽവിത്തിനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വീണ്ടും ആ ഒരു ഈന്തിൻ പട്ടകൾ അതിന്റെ മുകളിൽ വിരിക്കും. ഇത്രയും ചെയ്താൽ മതിയോ? പോരാ. എന്നിട്ട് വീണ്ടും നല്ല ഭാരമുള്ളൊരു വസ്തു അതിന്റെ മുകളിൽ കയറ്റി വെക്കും. എന്തിനാന്നറിയാവോ? ഈ ഒരു നെൽവിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായ ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അതായത് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഈ നെൽവിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമാണ്. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഭാരമുള്ള ഒരു വസ്തു ഈ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുന്നത്. അത് മാത്രം മതിയോ? ടെമ്പറേച്ചർ മാത്രം മതിയോ നെൽവിത്ത് മുളയ്ക്കുന്നതിന്? അല്ല അല്ലെ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ജലം, അതായത് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താണ്, കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ നെൽവിത്ത് ഇങ്ങനെ മുളച്ചു വരുന്നതായിട്ട് കാണാം. അപ്പൊ ഈ ഒരു രീതി മാത്രമല്ല, ഈ ചാക്കിൽ ഇങ്ങനെ നെൽവിത്ത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിന്റെ മുകളിലും ഇതുപോലെ നല്ല കട്ടിയുള്ള ഏതെങ്കിലും ഒരു വസ്തു ഇങ്ങനെ കയറ്റി വെച്ചിട്ടും ഈ ഒരു രീതിയിലും എന്താണ് കൃഷിക്കാർ ഇങ്ങനെ നെൽവിത്ത് മുളപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ വിത്ത് മുളയ്ക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യമായിട്ട് വന്നത്? എയർ വേണം, പിന്നെ എന്താണ്, വെള്ളം അതായത് വാട്ടർ വേണം, അതുപോലെ ഫേവറബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ വേണം. അപ്പൊ മക്കൾക്ക് ഒരു സംശയം തോന്നൂലേ, ഈ മണ്ണും സൂര്യപ്രകാശവും വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമില്ലേ എന്നത്? അപ്പം കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ വീട്ടിൽ തന്നെ അതിനൊരു ബെസ്റ്റ് ഉദാഹരണമുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു നനഞ്ഞ തോർത്തിൽ കുറച്ച് ചെറുപയറൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ച് ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസമൊക്കെ ആകുമ്പോഴേക്കും എന്താണ്, ആ ഒരു ചെറുപയർ ഇങ്ങനെ മുളച്ചു വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിപ്പോ രാത്രിയിലാ ചെയ്യുന്നെങ്കിലോ അവിടെ സൂര്യപ്രകാശം ഉണ്ടോ? ഇല്ല അല്ലെ. അതുപോലെ അവിടെ മണ്ണ് ഉപയോഗിച്ചിട്ടുണ്ടോ? അതുമില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് അനുമാനിക്കാൻ പറ്റും? ഒരു വിത്ത് മുളച്ചുണ്ടാവുന്നതിന് ജലവും ആവശ്യമായ ടെമ്പറേച്ചറും അതുപോലെ തന്നെ വായു ആവശ്യമാണ്. പക്ഷെ എന്താണ്, മണ്ണ്, സൂര്യപ്രകാശം എന്നിവ ഇല്ലെങ്കിലും വിത്ത് മുളയ്ക്കാൻ പറ്റും. പക്ഷെ ആ വിത്ത് മുളച്ചതിന് ശേഷം പിന്നീടുള്ള അതിന്റെ വളർച്ചയ്ക്ക് എന്താണ്, ഈ മണ്ണും സൂര്യപ്രകാശവും ഒക്കെ വേണമല്ലേ. അപ്പൊ ഇതുപോലെ വിത്തിനെ പറ്റി കൂടുതൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി ഇങ്ങനെ ഇൻഡെപ്തിൽ ആഴത്തിൽ പഠിക്കാൻ മക്കൾക്ക് ആഗ്രഹമില്ലേ? അങ്ങനെയാണെങ്കിൽ മക്കൾ ധൈര്യമായിട്ട് സൈലത്തിലേക്ക് പോന്നോളൂ. സൈലത്തിൽ ഇതാ പുതിയ ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്, പൃഥ്വി. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഈ 5ാം ക്ലാസ്സിലെ എല്ലാ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനും അതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് വെറും ഒരു കൊല്ലത്തേക്ക് 999 രൂപ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, നിങ്ങളെ പഠിപ്പിക്കുന്ന ഓരോ ടീച്ചേഴ്സുമായിട്ടും നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒരു മെന്ററും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിലും മക്കൾ ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അങ്ങനെ എല്ലാ മക്കളും നമ്മുടെ ഒരു പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യണം. എല്ലാ മക്കളെയും ആ ഒരു ബാച്ചിൽ ഇനി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.